ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. നമ്മുടെ രാധാമണി തങ്കച്ചി നമ്മുടെ ഗൗരിക്ക് പച്ച പണി ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അട്ടിപ്പൊളിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് രാധാമണി ആകെ ദേഷ്യത്തിൽ ഗൗരിയെ കൊണ്ട് കാല് കഴിയിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ വെള്ളം കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി വെള്ളവും പാത്രമായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശങ്കറിന് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എന്തൊട്ടാ ഇവിടെ കാണിക്കാൻ പോണത്? ഒന്നും തുടങ്ങിയിട്ടില്ലടാ മോനെ, തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു. പിന്നെ നീ കണ്ണ് നിറച്ച് കാഴ്ച കണ്ടോ, നീ ധൈര്യമായിട്ട് കണ്ടോ എന്ന് പറഞ്ഞു. അമ്മ എന്തുട്ടാ ചെയ്യാൻ പോകുന്നതെങ്കിലും അതമ്മയുടെ നല്ലതിനല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ രാധാമണി പറയണം, അതെ ഇവിടെ ഈ വീട്ടിൽ ഇനി ചാരങ്ങാട്ട് ആര് വേണം? അതോ ഞാനോ അതോ ഇവളോ? ആരാ നിനക്ക് വേണ്ടത്? നീ വേഗം തീരുമാനിച്ച ശങ്കറേ. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കി, കൊള്ളാം, എന്തോ പുറപ്പാടിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത് എന്ന് ശങ്കറിന് മനസ്സിലായി. ശേഖരൻ ഭയങ്കര സന്തോഷത്തിലായി, ഇവക്ക് പണി കിട്ടുമല്ലോ എന്നോർത്ത്. അപ്പോൾ ശേഖരൻ വേഗം, നമുക്ക് ഈ സ്ഥിതി വന്നതിന് കാരണം ഇവനാണോ? അല്ലല്ലോ അമ്മേ, മെയിൻ കാരണം ഇവളാണ്, ഈ മഹാറാണി. അതുകൊണ്ട് ഇവരെ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? ശിക്ഷ അനുഭവിക്കേണ്ടത് ഇവളാ, അവനല്ല. അല്ലാതെ അമ്മ ഇവനോടൊക്കെ എന്തിനാ ഇവിടെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്താ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. അപ്പം മോനെ ശങ്കർ, പിന്നെ നിൻ്റെ ഭാര്യ എന്നോട് ചെയ്ത തെറ്റിന്, ഇനി ഈ കുടുംബത്തോട് ചെയ്ത തെറ്റിന് ഇവള് മാപ്പ് പറയണം. വെറും മാപ്പൊന്നുമല്ല, എൻ്റെ കാല് കഴുകി മാപ്പ് പറയണം. അപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി. അപ്പോൾ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ അമ്മേ, ഗൗരി എന്തിനാ മാപ്പ് പറയണത്? എന്തിന് മാപ്പ് പറയണം എന്തിനല്ല ചോദിക്കേണ്ടത്. നീ ചോദിക്കേണ്ടതേ നിൻ്റെ ഭാര്യ ഈ അമ്മയോട് എങ്ങനെ മാപ്പ് പറയണം എന്നായിരുന്നു നീ ചോദിക്കേണ്ട ശങ്കറേ. എന്തോട്ടാ അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അമ്മ കുറച്ച് ഓവറാട്ടോ എന്ന് പറഞ്ഞു. അപ്പം നല്ല വാഷ് ഔട്ട് അമ്മായിയമ്മ റോളുണ്ട് കേട്ടോ. അതാദ്യം അമ്മ മനസ്സിലാക്കിക്കോ. മുത്തശ്ശിയും നിൻ്റെ അച്ഛനും കഴിഞ്ഞാൽ ഈ ചാരങ്ങാട് വീടിൻ്റെ സർവാധികാരി എന്ന് പറയണത് ഈ രാധാമണി തങ്കച്ചി, ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഭാര്യ രാധാമണി തങ്കച്ചി. അത് നിനക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ രാധാമണി തങ്കച്ചിയാണ് അപമാനിക്കപ്പെട്ടത്. അതെനിക്ക് ഒരിക്കലും സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എനിക്ക് നേരിട്ട ആ അപമാനത്തിന് ഇവൾ പ്രായശ്ചിത്തം ചെയ്യുക തന്നെ ചെയ്യണം. എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് അറിയൂ നിനക്ക്? എൻ്റെ കാല് കഴുകിയിട്ട് സകല അപരാധത്തിനും ഇവള് എന്നോട് എൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ഗൗരി വേഗം തന്നെ ശങ്കരനെ നോക്കി, ഇനി എന്താ ചെയ്യുക? ആകെ ഒരു ധർമ്മസങ്കടത്തിലുമായി. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ മുത്തശ്ശി മണി അടിച്ചു കേട്ടോ. അപ്പോൾ ഇത് ശരിയല്ല എന്നുള്ള മട്ടിലാണ്. മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തുട്ടാ കാല് കഴുകി മാപ്പ് പറയണമെന്നോ? അത് കൊള്ളാലോ. എൻ്റെ കെട്ടിയോളോ? ഈ ഗൗരിയാണോ അമ്മ ഉദ്ദേശിച്ചത്? അമ്മേ, എൻ്റെ ഭാര്യയെ കൊണ്ട് അമ്മ അത് ചെയ്യിച്ചാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അത് കഷ്ടമായല്ലോ അമ്മേ. എന്ത് വിചാരമായി പോയി? നിൻ്റെ ഭാര്യ അത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ഇനി ഈ വീട്ടിൽ നിന്ന് നിൻ്റെ അമ്മ ജലപാനം പോലും ചെയ്യില്ല മോനെ. അത് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യമാണ് അമ്മേ. അപ്പോൾ ഇവരെല്ലാവരും ഒന്ന് കുഴങ്ങി കേട്ടോ. എൻ്റെ മരണം കാണാനാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആയിക്കോട്ടെ ശങ്കറെ, നീ നിൻ്റെ ഭാര്യയ്ക്കൊപ്പം തന്നെ നിലകൊണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ അമ്മേ ഞാൻ മാപ്പ് പറയുന്നത് എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഞാൻ എന്തിനാ? എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അമ്മയെ കാണുന്നത് എന്ന് ഗൗരി ഇങ്ങനെ പറയാം. അതെ, ഞാൻ അമ്മയുടെ കാല് കഴുകി തരണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അത് ഞാൻ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ മാപ്പ് പറയില്ല എന്ന് തന്നെ ഉറച്ച നിലപാടിൽ ഗൗരിയെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാധയുടെ കാര്യം പറയണ്ടല്ലോ. എൻ്റെ കാല് കഴുകി എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ് നീ മാപ്പ് അപേക്ഷിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വിവരം അറിയും നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ശങ്കർ ഇതെല്ലാം കേട്ടു നിന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവളെ ഒന്ന് രക്ഷിച്ചെടുക്കുക? ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് അമ്മയോട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ രാധാമണി നേരെ ചെന്നു. എന്നിട്ട് സെറ്റിയിലേക്ക് ഇരുന്നു. കാലെടുത്ത് വേണ്ട അവർ കൊണ്ടുവന്ന ആ ഉരുളിയിലും വെള്ളത്തിലും കൂടി ഇറക്കി വച്ചിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് രാധാമണി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശങ്കര അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ കുഴപ്പം?
ഇനി ഒരു കാര്യമുണ്ട്, സാമം ദാനം വേദം, പിന്നെ എല്ലാം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അമ്മ കേൾക്കട കോളില്ല. ഇനി അറ്റ കൈ പ്രയോഗമല്ലാതെ വേറൊരു വഴിയില്ല കേട്ടോ. നിന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ഇത്തവണ നിനക്ക് കഴിയില്ല ശങ്കരേ. നീ കാത്തിരുന്നോ? അപ്പം വേഗം രാധാമണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഒന്നും വേണ്ടാതെ കുറച്ച് നേരം ശങ്കർ ഇങ്ങനെ നിന്നു. ഇതിനെങ്ങനെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം, ഒരു പണിയും കൊടുക്കണം. അപ്പം എന്താണെങ്കിലും എന്നാൽ പിന്നെ ഇനിയിപ്പം ഒരൊറ്റ അടവേ ഉള്ളൂ, ഒരു 18ാമത്തെ അടവ്. വേഗം തന്നെ ഗൗരിയുടെ കയ്യിൽ നിന്ന് പയ്യെ തോണ്ടിയിട്ട് ആ ഫോൺ അങ്ങ് വാങ്ങിച്ചിട്ട് അതിൻ്റെ വീഡിയോ അങ്ങോട്ട് ഓണാക്കി വെച്ചു. ഇനി മേഡം വന്ന് എൻ്റെ കാല് കഴുകി ഈ രാധാമണി തങ്കച്ചിയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിക്ക്. വേഗം ആവട്ടെ, എന്നാൽ ചെയ്തു തുടങ്ങിക്കോ. പിന്നെ സാഷ്ടാംഗം പ്രണമിച്ച് കഴുകി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശങ്കർ ഇതെല്ലാം വീഡിയോ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശേഖരന് ഇത് കണ്ടു കേട്ടോ, ഈ ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. അപ്പോൾ ശേഖരന് ഒരു സംശയം, എന്നാൽ പിന്നെ ഇല്ലെങ്കിൽ നിനക്കിതൊന്നും പറ്റില്ല എങ്കിൽ എന്നാൽ എൻ്റെ മഹാറാണി ഒരു കാര്യം ചെയ്യാം, ഈ കെട്ടും പ്രമാണങ്ങളും ഒക്കെ എടുത്ത് ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോ. അത് മാത്രമല്ല, നിൻ്റെ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകിയത് കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ, എന്നാലേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ശേഖരൻ അങ്ങോട്ട് വന്നു. എടാ കുട്ടിശങ്കരാ, അല്ല നീ എന്തുട്ടാടേ കാണിക്കുന്നത്? അമ്മ പറഞ്ഞതൊക്കെ നീ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ കുട്ടിശങ്കരാ? എടോ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ കാല് കഴുകി എൻ്റെ ക്ടാവ് സാഷ്ടാംഗം മാപ്പ് പറയണം എന്നൊക്കെയല്ലേ അമ്മയുടെ ആഗ്രഹം? എന്നാൽ പിന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അമ്മയുടെ പ്രതാപം പിന്നെ ഈ ലോകം മുഴുവൻ അതൊന്നും അറിയണ്ടേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ടേ അമ്മേ, എന്താ അമ്മ മിണ്ടാത്തത്? എങ്കിലല്ലേ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഭാര്യ രാധാമണി തങ്കച്ചി എന്ന എൻ്റെ അമ്മ. ഈ അമ്മ എന്താണെന്നറിയോ, കട്ടമാസ് സൂപ്പർ ഹിറ്റ് മാസ്. മോനെ ശങ്കര, നീ കൊള്ളാലോടാ. നീ ഈ രാധാമണി തങ്കച്ചിയെ ഭീഷണിപ്പെടുത്തുവാണോ? എൻ്റെ അമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അമ്മയുടെ ചക്കര ശങ്കരനാണ് ഈ ഞാൻ. അതമ്മയ്ക്കറിയാലോ. ഞാൻ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ എൻ്റെ പെണ്ണിന് ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ ഉള്ളത്? വേറെ ആരും അവൾക്ക് തുണയില്ല. അമ്മയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഞാൻ നിൽക്കണത് പോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും ഞാൻ നിൽക്കണ്ടേ? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവനല്ലേ യഥാർത്ഥ ഭർത്താവ്. എന്താമേ, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. എടാ കന്നാലി, നീ ആ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്തിനാണെന്നൊന്ന് പറ. എടോ ചേട്ടച്ചാരെ, മസില് മോനെ, നിനക്കിത്രയ്ക്ക് ബോധമില്ലാതായിപ്പോയോ? അമ്മ പറഞ്ഞത് വള്ളിപ്പുള്ളി വിടാതെ ഞാൻ ഷൂട്ട് ചെയ്തത് എന്തുട്ടിനായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയ ചേട്ടച്ചാരെ, നിങ്ങളെന്താ ഇങ്ങനെ? സംഭവം സിമ്പിളല്ലേ. ഈ വീഡിയോ ഗൗരിയെയും അവളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. അത്രയും മതി കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂന്നേ. എന്തിനാ ഇത്ര പേടിക്കാതിരിക്കണത്? അപ്പോഴേക്കും മഹാദേവൻ ഓടിപ്പിടച്ചങ്ങോട്ടേക്ക് എത്തി. എടാ കുട്ടിശങ്കരാ, എടാ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ശങ്കറിന് കാര്യം മനസ്സിലായി. അച്ഛൻ. അപ്പോൾ വേഗം തന്നെ വന്നിട്ട്, കുട്ടിശങ്കര, എടാ കന്നാലി, നീ എന്തൊക്കെ വിവരക്കേടാ ഈ വിളിച്ച് പറയണത്? നിൻ്റെ ഈ ഭാര്യ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അഭിമാനം മൊത്തം എവിടെ പോവും? നീ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അത് ശരി, അപ്പം ഈ ലോകം പുച്ഛിക്കുന്ന പരിപാടിയാണ് അമ്മ കാണിച്ചതെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ട് അല്ലേ അച്ഛാ? എങ്കിലേ അച്ഛൻ കേട്ടോ, ഈ കാര്യത്തിൽ ഞാൻ ഇനി ഒന്നും പറയണില്ല. അച്ഛൻ തന്നെ തീരുമാനമെടുത്തോ. അച്ഛനൊരു തീരുമാനം പറഞ്ഞാൽ അത് ഈ കുട്ടിശങ്കരൻ അംഗീകരിക്കും. ദേ, എൻ്റെ അമ്മ ഈ രാധാമണി തങ്കച്ചി ഗൗരി മാപ്പ് പറയണതും കാത്ത് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇരിക്കണത്. അച്ഛൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോന്നേ. എന്താ അച്ചാച്ച ഇപ്പം ചെയ്യേണ്ടത്? അച്ഛൻ തന്നെ ഒന്ന് പറ. രാധാമണി തങ്കച്ചീനെ വെയിറ്റ് ചെയ്യിപ്പിക്കണത് മോശമല്ലേ? പെട്ടെന്ന് തീരുമാനം പറ. നിൻ്റെ ഒരു ഡോഗിന് ബുദ്ധി നിനക്ക് ഇതിന് മതിയായില്ല അല്ലടി രാധാമണി. നിന്നേക്കുള്ള പണി ഞാൻ ഇപ്പം തന്നെ നിനക്ക് തരാടി, ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ നേരെ ആ കസയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം രാധാമണി ഇപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അടുത്ത പണി നമ്മുടെ രാധാമണിക്കിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് മഹാദേവൻ ആ വെള്ളത്തിലേക്ക് കാലു വെച്ചു.
നീയും നിന്റെ മോനോട് കമലയോട് കാണിച്ച വലിയൊരു തെറ്റിന് ഞാൻ ക്ഷമിക്കുമെന്ന് കരുതിയോ? എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? എൻ്റെ പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടത്. എൻ്റെ വേണിമോള് ഒരാൾ കാരണമാണ് ജസ്റ്റ് തലനാരഴയ്ക്ക് ഇപ്പം ഈ നിമിഷം നീയൊക്കെ രക്ഷപ്പെട്ട ഈ വീട്ടിൽ കുടുംബത്ത് കയറിയത്. എന്താ നീയൊക്കെ മറന്നു പോയോ അത്? നിന്നെയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും നീയൊന്നും പഠിച്ചിട്ടില്ല അല്ലടി. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിന്റെ കാല് കഴുകേണ്ടത് നിന്റെ മരുമോളല്ല, അത് നീ മനസ്സിലാക്കിക്കോ. പക്ഷേ വേറൊരു കാര്യം നീ ചെയ്യണം. അതെന്താണെന്നറിയോ? നീയേ എൻ്റെ കാല് കഴുകുക എന്ന് പറഞ്ഞു. രാധയ്ക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. എങ്ങനെയുണ്ട്? നിന്റെ ഭർത്താവിൻ്റെ കാല് കഴുകി നീ എന്നെ വരെ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് പറയണം, പറഞ്ഞേ പറ്റൂ. അപ്പം ശേഖരനും രാധയും പരസ്പരം നോക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഇവളുടെ മുന്നിൽ വെച്ച് നിങ്ങളെന്നെ അപമാനിക്കൊന്നും വേണ്ട. നീ മിണ്ടിപ്പോവരുത് രാധേ, മിണ്ടരുത്. നിനക്ക് നാണോ മാനോ എന്തെങ്കിലും ഉണ്ടോടി എന്ന് ചോദിച്ചു. നീ എന്താ കരുതിയത് ഈ മഹാദേവനെക്കുറിച്ച്? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നിന്നോട് എന്തായിരുന്നു പറഞ്ഞത്? ശേഖരനോടും പറഞ്ഞതല്ലേ? നീ എൻ്റെ വാക്കിനെ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ കുടുംബത്ത് വന്നിട്ട് ഇമ്മാതിരി തോന്നിവാസം കാണിക്കാൻ നീ ധൈര്യം കാണിക്കുമായിരുന്നോ നീ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. നീ ഒരുത്തി കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് നീ ഈ നിമിഷം എന്നോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. എൻ്റെ കാല് കഴുകി നീ മാപ്പ് പറയണം രാധേ എന്ന് പറഞ്ഞു. അപ്പം രാധയ്ക്ക് ആകെ വിഷമായി. ഇനി എന്ത് ചെയ്യും? കെണി വെച്ചതാണ്, പക്ഷേ അത് തലയിൽ തന്നെയായി. ഇത് പറഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ നീ അത് ചെയ്തില്ല എങ്കിൽ ഈ ചാരങ്ങാട് വീടിൻ്റെ പടിയിറങ്ങി ഈ നിമിഷം നീ പോയിക്കോണം. മനസ്സിലായോ? ഇനി ചോദ്യമോ ഉത്തരവോ ഒന്നുമില്ല, കാല് കഴുകടി എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ ആകെ കുറച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാധ, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഉടനെ ഗൗരി കയറി ഇടപെട്ടു. അമ്മ അച്ഛൻ്റെ ഭാര്യയാണ്, അതിനർത്ഥം അച്ഛൻ്റെ അടിമയാണ് എന്നല്ല അച്ഛ. അച്ഛൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും പേരുടെ മുന്നിൽ വച്ച് അച്ഛൻ അമ്മയെ കൊണ്ട് കാല് കഴിച്ച് മാപ്പ് പറയിക്കാൻ ഒരിക്കലും പാടില്ല അച്ഛ, അത് തെറ്റാണ് എന്ന് ഗൗരി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രാധ നോക്കി നിൽക്കുകയാണ്. എൻ്റെ അമ്മയും കൂടിയാണ് ഇത്, അതുകൊണ്ടാണ് പറയണത്. എൻ്റെ അമ്മയുടെ അഭിമാനം അച്ഛനായിട്ട് നശിപ്പിക്കരുത് പ്ലീസ് അച്ഛ. നിർത്തടി, നീ എനിക്ക് വേണ്ടി വെറുതെ വലിയ വക്കാലത്തൊന്നും പറയാൻ നിൽക്കണ്ട. വലിയ പുണ്യവതി വന്നിരിക്കുന്നു. എന്താ പറയുക, നീ വലിയ ഔദാര്യത്തിനൊന്നും വരണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് കഴുകി മാപ്പ് പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഒരു അന്തസ്സും കുറവ് വരാനില്ല. അതെ, എൻ്റെ ഭർത്താവാ. കുന്തം പോലെ വലിയ ഡയലോഗ് അടിക്കാതെ മര്യാദയ്ക്ക് നീ പറഞ്ഞത് അനുസരിക്കാതെ, അതാ നിനക്ക് നല്ലത്. അപ്പം പിന്നെ രാധാമണിക്ക് വേറെ വഴിയൊന്നുമില്ല. രാധാമണി ആകെ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ ഗൗരി വേഗം ശങ്കറിനോട് പറയുക, ശങ്കർ ഇതെങ്ങനെങ്കിലും ഒന്ന് തടയണം അച്ഛാ. അമ്മയെ കൊണ്ട് ദേ കാലൊന്നും കഴിക്കണ്ട കേട്ടോ അച്ഛാ. മാപ്പ് പറയിച്ചോ, അത് കുഴപ്പമില്ല, മാപ്പ് മാത്രം മതി അച്ഛാ. നീ മിണ്ടരുത് എന്ന് പറഞ്ഞു രാധ. നിനക്ക് നിൻ്റെ അമ്മയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഞാൻ പറഞ്ഞതൊന്നും നീ മൊബൈലിൽ ഷൂട്ട് ചെയ്യില്ലായിരുന്നു. സ്വന്തം അമ്മയെ ചതിച്ചവനാടാ നീ നിൻ്റെ ഭാര്യയെ മാത്രം സ്നേഹിച്ച് അവൻ്റെ അടിമയായിട്ട് ജീവിച്ചോ? ഗൗരി, നിനക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലേ? സഹായിക്കാൻ പോയതിന് വയറ് നിറച്ച് കിട്ടിയില്ലേ? അമ്മ അച്ഛൻ്റെ കാല് കഴുകി കൊടുക്കുകയെ മാപ്പ് പറയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോൾ രാധ വേഗം തന്നെ അവിടെ പോയി ഇരുന്നു. എന്നിട്ട് മഹാദേവൻ്റെ കാല് കഴുകുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഗൗരിയും ശങ്കറും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ മഹാദേവനും ഭയങ്കര ആസ്വദിച്ചിരിക്കുകയാണ് രാധയ്ക്കിട്ടൊരു പണിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഗൗരിക്ക് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ശേഖരൻ്റെ മുഖം കണ്ടാലോ അട്ടി കിട്ടിയ പോലെയായി. അപ്പോൾ ജോലിക്കാരിക്കും കിട്ടിയിട്ടോ പണി. മണിമുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, എൻ്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് പറയുന്നു. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് തന്നെ പറഞ്ഞു രാധാമണി. അപ്പോൾ രാധാമണി കാല് കഴുകി മാപ്പ് പറഞ്ഞു. മതി എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ വേഗം തന്നെ രാധാമണി അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴത്തേനും വേഗം ഗൗരിയും ശങ്കറും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ശേഖരനും തല കുനിച്ച് നിൽക്കുക. കുട്ടിശങ്കര, നിൻ്റെ അമ്മയെ എൻ്റെ കാല് കഴുകി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേരെ എന്ന് പറഞ്ഞു. ഒന്ന് ചിരിച്ചിട്ട് എന്തുടന എന്ന് ചോദിച്ചു. ആ പാട്ടി കിട്ടിയ പോലെ ആയി മഹാദേവനും രാധയ്ക്കും. അപ്പോൾ പണി പാളിയിലോ, ഇനി എന്ത് ചെയ്യാം?
തൽക്കാലം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ, കുറച്ച് ദിവസം ഈ ഗൗരിയുടെ ഫോണിൽ ഈ വീഡിയോ അങ്ങ് കിടക്കട്ടെന്നേ. ഗൗരി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യും പിടിച്ച ശങ്കർ അങ്ങ് കയറിപ്പോയി. അപ്പം മണിമുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മണിമുത്തശ്ശി മണിയങ്ങ് കിലുക്കി ചിരിച്ചവിടെ ഇരിക്കുകയാണ്. നല്ല പൂലിക്കുട്ടി പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോയി എന്നുള്ള മട്ടിലാണ് മുത്തശ്ശിയുടെ മുഖം കണ്ടാലേ അറിയാം. മഹാദേവൻ കാലി പൂണ്ടോടിരുന്ന തലവണയൊക്കെ എടുത്തെടുത്ത് ഒറിയാണ്. അടിക്കാനുള്ള വടി നല്ല എണ്ണയിട്ട് ഉഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തപ്പോൾ നിനക്ക് സംതൃപ്തിയായി അല്ലരാതെ? രാധാമണി തങ്കച്ചി എങ്ങനെയുണ്ട്, സമാധാനവും സന്തോഷമായോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഒന്നും പറയാനില്ലാതെ രണ്ടുപേരും തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതേ നമ്മുടെ വേണിയും ആദർശും മുത്തശ്ശിയും ആരതിയും ശ്യാം സാറും നന്ദിനിയമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ വേണി മോക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേണി ഇങ്ങനെ ചിരിച്ചിട്ട്, നന്ദിനിയമ്മേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നത്തെ ഫുഡ് പിടച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്, ആരുടെ മുഖത്ത് ഒരു തെളിച്ചവുമില്ല. എന്തുട്ടാ എല്ലാവരും സൈലൻ്റ് അടിച്ചിരിക്കണത്? എന്താ ഇന്നത്തെ ഫുഡ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തുട്ടാ പ്രശ്നം? ഓ മനസ്സിലായിട്ടോ, മനസ്സിലായി. നിങ്ങളെല്ലാവരും സൈലൻ്റ് പിടിച്ചേക്കണത് എന്താ വിചാരിക്കണമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാട്ടോ. പക്ഷെ ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയട്ടെ, ഞാൻ വിചാരിക്കണതേ ഞാൻ ചെയ്തത് കറക്റ്റാണെന്നാ, അതാ ശരിയെന്നാ വിചാരിക്കണത്. അപ്പോൾ ആദർശം എന്നിട്ട്, വേണി നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം, നീ ഇപ്പോൾ ആഹാരം കഴിക്കാൻ നോക്ക്. ഇത് എന്തുട്ടാ മനുഷ്യ, പറയാനുള്ളത് അങ്ങ് പറയണ്ടേ, മാറ്റി വെച്ചിട്ട് എന്താ കാര്യം? അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഗൗരി അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിൽക്കാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരോടും എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒപ്പം കട്ടയ്ക്ക് നിന്നത്. എന്നിട്ട് ആരും എന്നെ വീട്ടിൽ മനസ്സിലാക്കുവോ സപ്പോർട്ട് ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതെന്താ അങ്ങനെ? വേണി, ഗൗരി സത്യത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ വീട്ടുകാരോട് പോരടിക്കുന്നത്. പക്ഷേ നീ അങ്ങനെയല്ല മോളെ ചെയ്തത്. തെറ്റ് ചെയ്ത നിൻ്റെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ടാണ് നീ ശ്രമിച്ചത്. എൻ്റെ മുത്തശ്ശി, ഈ സത്യവും അസത്യവും ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. ഇവിടെ സത്യമാണോ അസത്യമാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കാൻ തന്നെയാട്ടോ ഞാൻ നോക്കിയത്. അപ്പം നന്ദിനിയമ്മ പറയാണ്, വേണി ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്. വേണി അത് തീരുമാനത്തിലെടുത്തില്ല എങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേ അവസാനിക്കൂ. ആഹാ, അപ്പോൾ ഈ വീട്ടിലും വീണ്ടും വിചാരത്തോടെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ നന്ദിനിയമ്മേ? വേണി, നീ ചെയ്ത തെറ്റ് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ആദർശ്. എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ വലിയ പ്രൊഫസർമാരാണല്ലോ, നിങ്ങൾക്ക് ആർക്കും ഒരു തെറ്റും പറ്റില്ല. ഇത് ഞാൻ എന്ത് ചെയ്താലും തെറ്റ്. ആദർശേ, ഇപ്പോൾ നമ്മളെ എന്ത് പറഞ്ഞാലും വേണിക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. വെറുതെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാതെ ആഹാരം കഴിക്കുക. പ്രൊഫസർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ വെറുതെ മത്താപ്പാണെന്നല്ലേ പ്രൊഫസർ മോനോടിപ്പോൾ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായി. ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്തതാണെന്ന് പ്രൊഫസർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. വേണി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വെറും തീരെയുള്ള ക്ലീശ ഡയലോഗൊന്നും എന്നോടത്ത് വേണ്ട കേട്ടോ. എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ പ്രൊഫസറെ, ഞാൻ ഒരു കാര്യം പറയണോണ്ട് ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞോട്ടെ. പ്രൊഫസർക്ക് ഒരു ധാരണയുണ്ട്, ഈ കുടുംബത്തിലുള്ളവർ മാത്രമാണെന്ന് ശരിയെന്നും ബാക്കിയുള്ളവർ തെറ്റാണെന്നും. അതൊട്ടും നല്ലതല്ല കേട്ടോ. വേണി എന്ന് വിളിച്ചു ആദർശ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. പ്രൊഫസറെ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പം എന്തിട്ടാ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം. വലിയ ആദർശമൊക്കെ പറഞ്ഞ് പ്രശ്നം ഊതി വീർപ്പിച്ച് വലുതാക്കാനേ അതത്ര എളുപ്പമാട്ടോ. പക്ഷേ അത് പരിഹരിക്കാനാ പാട്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. പ്രൊഫസർ ഇത്രയൊക്കെ പഠിച്ചിട്ടും അതൊക്കെ മനസ്സിലാക്കിയില്ലല്ലേ, അത് പഠിച്ചില്ലല്ലേ? പക്ഷേ അത് വേണിക്കറിയാട്ടോ. അതിന് വലിയ പഠിത്തമൊന്നും വേണ്ട. ഞാൻ ചെയ്തത് ഗൗരിയുടെ നന്മയ്ക്കാണെന്ന് എപ്പോഴെങ്കിലും പ്രൊഫസർക്ക് മനസ്സിലാവും, അത് മതി എന്ന് പറഞ്ഞ് വേണി ചാടി തുള്ളി അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനൊന്ന് സ്റ്റക്കായി പോയി.
പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയും ശങ്കറിനെയാണ്. അപ്പോൾ ഗൗരിക്ക് ആകെ സങ്കടമായി. അതുകൊണ്ട് ശങ്കറിനെ കെട്ടിപ്പിടിച്ച് ഗൗരി നിന്ന് കരയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.